സമ്പാദ്യം. ഷാഹിദാജി നമസ്തേ. നമസ്തേ, താങ്ക് യു സോ മച്ച്. വെൽക്കം ടു അബാക് ജ്യോതിഷം. ഈ ഒരാളുടെ സമ്പാദ്യം എങ്ങനെ കൂട്ടാമെന്നുള്ളതാണ് ഇന്നത്തെ എല്ലാവരുടെയും ആവശ്യം. സോ അപ്പോൾ ഈ ചക്ര ഹീലിംഗ് അല്ലെങ്കിൽ എനർജി മാനേജ്മെൻറ്റ് ഇങ്ങനെ പല തലങ്ങളിൽ കൂടെ പല രീതിയിൽ പല കൺസൾട്ടന്മാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഷഡാധാര ചക്രങ്ങളെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് അതിന് പ്രോപ്പറായിട്ട് നമ്മൾ എന്താ പറയുക എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെൽത്ത് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വെൽത്ത് മാസ്റ്ററി, ഇപ്പോൾ യുവർ എക്സ്പെർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് ഷാഹിദാജിയുടെ എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞാൽ വെൽത്ത് മാസ്റ്ററിയാണ്. അപ്പോൾ ഈ മാസ്റ്ററി എന്ന് പറയുന്ന പേരിലേക്ക് പുറമേ ഒരാളുടെ ഒരു സമ്പാദ്യത്തിനെ എങ്ങനെ അടുത്ത ലെവൽ എൻഹാൻസ് ചെയ്യിപ്പിക്കാം ഈ പറയുന്ന എനർജി മാനേജ്മെൻറ്റ് ഒന്ന് പറയാമോ? ഓക്കെ, തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. അതെ, വെൽത്ത് മാസ്റ്ററിങ് എന്ന് പറയുമ്പോൾ തന്നെ ആരാണ് നമ്മളെ മാസ്റ്റർ ചെയ്തത്? വെൽത്ത്, സമ്പാദ്യം. നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ ഈ ദ്രവ്യം എന്ന് പറയുന്ന സമ്പാദ്യം എന്ന് പറയുന്നത് ആവശ്യമാണ്. നമ്മളുടെ ഫിസിക്കൽ ബോഡിയിലെ ചക്രാസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ റൂട്ട് ചക്രയാണ് ഇതിന് ഏറ്റവും ആദ്യം പ്രാധാന്യം നൽകുന്നതും ശക്തി പകരുന്നതും. പക്ഷെ എന്നിരുന്നാൽ കൂടിയും പലപ്പോഴും ആളുകൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പൈസയുള്ളവർ മോശമായ രീതിയിലാണ് പൈസ സമ്പാദിക്കുന്നത്, പൈസ ശരിയല്ല, സമ്പത്ത് നമ്മളെ മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും, വഴിതെറ്റിക്കും എന്നൊക്കെ. അങ്ങനെ ഒരാളെ നമ്മൾ കണ്ടാൽ എന്തായിരിക്കും ഒരവസ്ഥ? നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മൾ പറയാം ഈ സുഹൃത്തിനോട് ഞാൻ കൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വഴിതെറ്റിപ്പോകും, ഈ സുഹൃത്ത് എന്നെ നേരായ വഴിയിൽ എത്തിക്കില്ല, ഈ സുഹൃത്ത് മോശമാണ് എന്ന രീതിയിൽ നമ്മളൊരാളെ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് തന്നെയാണ് വെൽത്ത് എന്നുള്ള ഒരു സംഭവം. നമ്മളെ ഇവരെ നന്നാക്കാനും മോശമാക്കാനും നമ്മുടെ ചോയ്സാണ് ഇതിൽ പോകുന്ന ഒരു സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. പൈസ ഉണ്ട് എന്ന് കരുതിയിട്ട് അവരെല്ലാം മോശക്കാരാണ്, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, മോശമായ രീതിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ സമ്പാദ്യം നമ്മളിലേക്ക് എത്തൂ എന്നുള്ള ധാരണയെ ആദ്യം മാറ്റുക. എന്നിട്ട് നമ്മളെ മാസ്റ്റർ ചെയ്യുന്നത്, നമ്മളെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആളെ കൊണ്ടിട്ട് നമ്മളെ മാസ്റ്റർ ചെയ്യാൻ നമ്മൾ സമ്മതിക്കുമോ? ഒരിക്കലുമില്ല. ഞാൻ സമ്മതിക്കില്ല, പ്രദീപ് ജിയും അല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഒരു ക്വാളിറ്റി എങ്ങനെയാണ് സമ്പത്തിൽ നമ്മൾ ഉണ്ടാക്കുകയും അതെങ്ങനെയാണ് ജീവിതത്തിലേക്ക് നമ്മൾ ക്വാളിറ്റിയുള്ള ലൈഫിലേക്ക് കടക്കാൻ അതെങ്ങനെ സഹായിക്കുന്നു എന്നുള്ളത് ആദ്യം നോക്കുക. സമ്പത്ത് എന്ന് പറഞ്ഞാൽ വിനിമയമാണ്, കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ. നമ്മളൊരാൾക്ക് പൈസ കൊടുക്കുമ്പോൾ പോലും അതിനൊരു വാല്യൂ ഉണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്. പൈസ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ചുരുട്ടിക്കൂട്ടിയൊക്കെ നമ്മൾ പൈസ കൊടുക്കരുത്. പലരുടെയും പേഴ്സിലും മറ്റും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചുരുട്ടി വെക്കുക, തോന്നിയ പോലെ പൈസ ഇടുക, ഒരാൾക്ക് കൊടുക്കുമ്പോൾ പോലും ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ വെൽത്ത് മാസ്റ്ററിങ് നമ്മളെ, ഈ സമ്പത്ത് നമ്മളെ മാസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ദാരിദ്ര്യം വരുത്താൻ ഉതകുന്ന ഒരു അവസ്ഥയാണ് അതിലുണ്ടാവുക. അതിനെ നമ്മൾ പാടെ മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ തന്നെ തിരുത്തുക. ഈ നേരത്തെ ഞാൻ പറഞ്ഞു വെച്ച പോലെ തന്നെ ഈ പൈസയെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. 365 ഡേയ്സിൽ 365 കീവേഡ്സ് ഉണ്ട്, സ്വിച്ച് വേർഡ്സ്. ഓരോ ദിവസവും നമ്മൾ 369 എന്ന് പറയുന്ന ടെസ്ല കോഡ് കേട്ടിട്ടുണ്ടാവും. അതിനെ അവലംബിച്ചു കൊണ്ടിട്ട് തന്നെ ഈ 365 ഡേയ്സിലേക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് വേർഡ്സ് ഉണ്ട്. ഇത് നമുക്കൊരു എനർജി അതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, പ്രദീപ് ജി നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്കാണ് ഞാൻ ഈ വരുന്നത്. എനർജി അപ്ലൈ ചെയ്യുമ്പം എത്ര ദാരിദ്ര്യാവസ്ഥയിൽ നിന്നാണെങ്കിൽ കൂടിയും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുസൃതമായ സാമ്പത്തിക സ്ഥിതി എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളത് ഈ പറയുന്ന 365 കോഡ്സ് നമ്മളെ കണക്ട് ചെയ്യുന്നുള്ളതാണ്. ഇതിൽ മിക്കപ്പോഴും നമുക്ക് മനസ്സിലാകാതെ പോകുന്നത്, വെറുതെ ജേണൽ എഴുതിയാൽ നിങ്ങളിൽ സമ്പാദ്യം വരുമോ എന്നൊരു ചോദ്യം പലരും ചോദിക്കുന്നത്. ജേണൽ എഴുതുന്നത് കൊണ്ട് സമ്പാദ്യം വരണം എന്നില്ല. ഈ ജേണൽ എഴുതുമ്പോൾ നമ്മളിൽ ഒരു എനർജി സംഭവിക്കപ്പെടും. എങ്ങനെ വർക്ക് ചെയ്യാം? ജോലി ചെയ്തത് കൊണ്ട് മാത്രം സമ്പാദ്യം നമുക്ക് കൂടണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു 30-35 വയസ്സായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് 5 വിധത്തിലുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയും, നല്ല രീതിയിൽ. ഈ 5 വിധത്തിലുള്ള സമ്പാദ്യം എങ്ങനെ ഉണ്ടാക്കണം? ഒരു പക്ഷേ ജോലി ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രേഡിങ് ചെയ്തിട്ടായിരിക്കാം, ചിലപ്പം എന്തെങ്കിലും പാർട്ട് ടൈം ജോബിന് പോകുന്ന രീതിയിലുള്ള, കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറേ ആളുകളെ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ട് അവർക്ക് ജോലി കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. അതിലൂടെ ചെറിയ ചെറിയ കമ്മീഷൻ ഉണ്ടാവാം. ഇത് ആ വ്യക്തികൾ അല്ലെങ്കിൽ ആ പൈസ ഇദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ പല വിധമുണ്ട്. 5 തരം നമ്മളെപ്പോഴും കാണുക എന്നുള്ളതാണ്. 5 തരത്തിൽ നമ്മൾ ജോലി ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരാളുടെ ചോയ്സാണ്, ഇഷ്ടമാണ്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ തന്നെ ജോലി ചെയ്ത് ഇരിക്കാം. അവിടെ പക്ഷെ ദാരിദ്ര്യത്തിന്റെ ഭാഷ സംസാരിക്കരുത്. ഉള്ളതുകൊണ്ട് തൃപ്തിയായിട്ട് തന്നെ ഇരിക്കണം. ഇല്ല, കടം, അങ്ങനെയൊക്കെയുള്ള വേർഡ്സ് ഉണ്ടല്ലോ. ധാരാളം ആളുകൾ പറയുന്ന ഒരു വേർഡാണ് കടം. ഈ വേർഡ് ശരിയല്ല. കടം എന്ന വാക്ക്, പ്രാർത്ഥിക്കും എൻ്റെ കടം മാറ്റിത്തരണേ. കടം എന്ന എനർജിയെ ആദ്യം ആകർഷിച്ചിട്ടാണ് നിങ്ങൾ അതിനെ മാറ്റിത്തരണേ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ 5 ജോലികൾ നമ്മൾ ഈ പറഞ്ഞു വെച്ച രീതിയിൽ എനിക്കത് പറ്റില്ല, ഈ 5 ജോലികൾ അയ്യോ എന്നെ കൊണ്ടതൊന്നും സാധ്യമല്ല എന്ന് നിങ്ങൾ നേരത്തെ തന്നെ കാലേക്കൂട്ടി മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ ജേണൽ എഴുതിയിട്ടും അതിലേക്ക് വർക്ക് ചെയ്തിട്ടും ഒന്നും ഒരു കാര്യമില്ല. നിങ്ങൾ അതിനെ ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് പോവാൻ, സാമ്പത്തികമായ ഭദ്രതയുടെ അവസ്ഥയിലേക്ക് പോവാൻ നിങ്ങൾ സ്വയം നിങ്ങളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമായ കാര്യമാണ്. അവിടെയാണ് ഈ 365 ഡേയ്സിലേക്കുള്ള ഈ കീവേഡ്സ്. അത് എല്ലാത്തിലും ബാധിക്കും കേട്ടോ. നമ്മുടെ സ്വഭാവത്തിൽ മാന്യത വരുത്തണം. മാന്യത എന്ന് പറയുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന ഓരോ വ്യക്തിത്വങ്ങളിലേക്കും റെസ്പെക്റ്റോട് കൂടി നമ്മൾ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഐ എം സംതിങ്, ഞാനാണെല്ലാം, എനിക്കെല്ലാം കഴിയുള്ളൂ എന്നുള്ള ഒരു പേഴ്സണൽ ഈഗോ. ഈഗോ 2 വിധമുണ്ട്, ഒന്ന് സോഷ്യൽ ഈഗോ, ഒന്ന് പേഴ്സണൽ ഈഗോ. പേഴ്സണൽ ഈഗോ കൊണ്ട് നടന്നാൽ വെൽത്ത് മാസ്റ്ററിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിയാണ്. നമ്മൾ കണക്ട് ചെയ്യുന്ന വ്യക്തിത്വങ്ങളിൽ അവരും ഈ പറയുന്ന പോലെ റെസ്പെക്റ്റ്ഫുള്ളായ ഒരു പേഴ്സണാലിറ്റിയാണ്. അവരെ നമ്മൾ ബഹുമാനിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ബിക്കോസ് ഈ വ്യക്തിയായിരിക്കും ചില സമയത്ത് നമ്മളിലേക്ക് ഈ അബണ്ടൻസ് കൊണ്ടുവരാനായിട്ട് പാത്രമാകുന്നത്. അപ്പോൾ ഈ അബണ്ടൻസ് നമ്മളിലേക്ക് വരുമ്പോൾ അതിനൊരു എനർജി ഉണ്ടല്ലോ. റെസ്പെക്ട് ചെയ്യാത്ത വ്യക്തിയിൽ നിന്ന് എങ്ങനെയാണ് ഈ എനർജി നമ്മളിലേക്ക് എത്തുക? ഒരിക്കലും എത്താൻ സാധ്യതയില്ല. അപ്പോൾ ഈ വെൽത്ത് മാസ്റ്ററി വൃത്തിയായിട്ട് പറയുന്നുണ്ട്, അബണ്ടൻസ് ആറ്റിറ്റ്യൂഡ് കണക്ട് ചെയ്യുന്നത് വളരെ വൃത്തിയായ രീതിയിലുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് എന്നുള്ളത്. അവിടെ റിലേഷൻഷിപ്പിനെ ബഹുമാനിക്കണം, വെൽത്തിനെ ബഹുമാനിക്കണം. കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ വിനിമയം, നേരത്തെ പറഞ്ഞ പോലെയുള്ള വിനിമയം നടത്തുമ്പോൾ നിങ്ങൾ എല്ലാ പോർഷൻസിലും നിങ്ങൾ ക്ലെൻസ് ചെയ്ത് വരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഈ എനർജി വന്നിട്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യുകയും നമ്മളിലേക്ക് വെൽത്ത് സംഭവിക്കപ്പെടുകയും ഉണ്ടാവുകയുള്ളൂ. നമ്മളിലേക്ക് സംഭവിക്കപ്പെടുന്ന അബണ്ടൻസ് പ്രോപ്പർ വേയിൽ സംഭവിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിലേക്ക് വരുത്താൻ സാധിക്കും. ജോലികളൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന, ഞാനൊരു കമൻറ്റ് കണ്ടിരുന്നു, വെറുതെ ഇരുന്ന് സമ്പത്തിലേക്ക് എത്താൻ പറ്റുമോ മാഡം എന്ന് ചോദിക്കുന്ന ഒരു കമൻറ്റ് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. വെറുതെ ഇരുന്നാൽ ഒന്നും സംഭവിക്കപ്പെടില്ല. നിങ്ങളുടെ എന്താണോ ജോലി ചെയ്യുന്നത് അതിൽ എക്സൽ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് വെൽത്ത് മാസ്റ്റർ പഠിപ്പിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഒരുപാട് ലോട്ടറി അടിച്ച് കുറേ പൈസ കിട്ടും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വെറുതെ പൈസ കൊണ്ട് തരും എന്നൊക്കെ ധരിക്കുന്നത് തെറ്റാട്ടോ. അങ്ങനെയൊന്നും ധരിക്കരുത്. അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ, ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും, ട്രേഡിംഗ് ആണെങ്കിലും എന്താണെങ്കിലും, ഇപ്പം ഒരു മാൻ പവർ റിക്രൂട്ട്മെൻറ്റ് നടത്തുകയാണെങ്കിലും എന്തൊരു സംഭവം നിങ്ങൾ ചെയ്തോട്ടെ, ഇതിലേക്ക് നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ വെൽത്ത് വളർന്നു വരും. അവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ധാരാളമായിട്ട് നിങ്ങൾക്ക് നല്ല അനുഭവങ്ങളിലൂടെ അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. വെൽത്ത് എങ്ങനെയാണ് എന്നിലേക്ക് സംഭവിക്കപ്പെട്ടത് എന്ന് ഒത്തിരി പേരുടെ അനുഭവങ്ങൾ നമുക്ക് കാണാം. വെൽത്ത് മാസ്റ്ററി ചെയ്യുന്ന ഒരുപാട് മാസ്റ്റേഴ്സ് ഉണ്ട്. അവരോട് സംസാരിച്ചാൽ നമുക്കറിയാൻ പറ്റും. ഓരോ ടിപ്സ് തരും. ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഒരു ചരട് എടുക്കുക, ചരടിലൊരു 5-6 കെട്ടുണ്ടാക്കുക. കെട്ടുണ്ടാക്കിയിട്ട് ഇത് നിങ്ങളുടെ പോക്കറ്റിൽ സൂക്ഷിക്കുക. എപ്പോൾ നിങ്ങൾ പോക്കറ്റിൽ കൈയിടുമ്പോഴും നിങ്ങൾ ഐ ആം മണി മാഗ്നറ്റ്, ഐ ആം എ മില്യനെയർ, അല്ലെങ്കിൽ കുറേ സ്വിച്ച് വേർഡ്സ്, 1-2 വേർഡ്സാണ് ഞാൻ ഈ പറയുന്നത്. എപ്പോൾ നമ്മൾ, അതായത് ഒരു റിമൈൻഡറാണ്. പോക്കറ്റിൽ കൈയിടുന്ന സമയത്ത് ഈ സംഭവം നമ്മൾ മറന്നിരിക്കുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് കണക്ട് ചെയ്യും. കണക്ട് ചെയ്തിട്ട് ഐ ആം എ മണി മാഗ്നറ്റ്, ഞാൻ എവിടെ പോയാലും സമ്പത്ത് എന്നിലേക്ക് ആകർഷിക്കപ്പെട്ട് വരും എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടി നമ്മളിതിനെ, അപ്പോൾ ചോദിക്കുമ്പോൾ ഈ ചരട് പിടിച്ചാൽ സമ്പത്ത് വരുമോ? ഒരിക്കലുമില്ല. അത് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യും. നമ്മുടെ ലേസിനെസ്സിനെ മാറ്റാൻ നമ്മളെ സഹായിക്കും. നമ്മൾ ഓരോരുത്തരെ വാച്ച് ചെയ്യുമ്പോഴും വളരെ അബണ്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന, അബണ്ടൻസ് വന്ന് നിൽക്കുന്ന ആളുകളെ നമ്മൾ കാണുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലൊരു തോന്നൽ, എനിക്കും അതുപോലെ ആകണം. പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ കുട്ടികളിൽ പറഞ്ഞു വളർത്തിക്കൊണ്ടിരുന്ന ഒരു വളരെ മോശമായ ഒരു പ്രവണതയുണ്ടായിരുന്നു. പൈസയുള്ളവരൊക്കെ മോശക്കാരാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ പോലെ തന്നെ പൈസയുള്ളവരൊക്കെ മോശക്കാരാണ്, പൈസ ഉണ്ടാക്കുന്നത് മോശമായ രീതിയാണ് എന്നൊക്കെ. ഒരിക്കലുമല്ല. പൈസ ഉണ്ടാക്കുന്ന വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ കഴിയും. മോശമായ രീതിയിലല്ലാതെ തന്നെ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും നമുക്ക് സാധിക്കും. പക്ഷേ നമ്മളുടെ ഈ മനസ്സിലെ ചിന്ത ഫസ്റ്റ് മാറ്റണം. ഒരു പക്ഷേ അവർക്ക് ഇല്ലാതെ പോയതോ, അല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ അവരിലേക്ക് എത്താൻ സാധിക്കാതെ പോയതിൻ്റെയോ എന്തെങ്കിലും ഒരു പരിതാപകരമായ അവസ്ഥയായിരിക്കാം അവരെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചത്. അത് നമ്മൾ ഫോളോ ചെയ്യണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. നമ്മൾ അതിനെ ഫോളോ ചെയ്യരുത്. നമ്മളിലൊരു മാറ്റം വരുത്തുമ്പോൾ, യുണീക്കായ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുമ്പോഴാണ് നമുക്കിതിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള കോൺഫിഡൻസ് നമ്മളിൽ വരുന്നത്. അത് നമ്മൾ പലതിൽ നിന്ന് പഠിക്കുക. ധാരാളം ബുക്സുകളുണ്ടെന്ന്, ധാരാളം ബുക്സുകളിലൂടെയും ആളുകളിലൂടെ കമ്മ്യൂണിക്കേഷനിലൂടെയും എങ്ങനെയാണ് ഇതിലേക്ക് വെൽത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് നമുക്ക്
വളരെ കീനായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെ തന്നെ നമ്മളെ തന്നെ ക്ലെൻസ് ചെയ്യുക, ക്യാരക്ടറിൽ മാറ്റങ്ങൾ വരുത്തുക, ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ വരുത്തുക, നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക. ഇതിലൂടെ എല്ലാം നമുക്ക് വെൽത്ത് മാസ്റ്ററി നമ്മളെ മാസ്റ്റർ ചെയ്യുന്ന രീതിയിലേക്ക് വരും. സന്തോഷം. എന്തായാലും ഷഹിദാജി പറഞ്ഞതുപോലെ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, ശ്രീ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ മനസ്സ് പ്രാവർത്തികമാക്കുന്നത്. നമ്മൾ എന്ത് എനർജിയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് നമ്മളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതാണ് ഷഹിദാജി പറഞ്ഞത്. അപ്പോൾ പൂർണ്ണമായിട്ടും പോസിറ്റീവായിട്ടിരിക്കുക, ഒരു ഈഗോയും ഇല്ലാതെ വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള എനർജിയെ സ്വരൂപിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. അതിലുമുപരി ഇതുപോലത്തെ ലീഡിങ് എക്സ്പേർട്ടുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് പൂർണ്ണമായിട്ടും അവരുടെ എനർജി മാനേജ്മെൻറ്റിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റട്ടെ. നന്ദി. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.